എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റഫ് റിവ്യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായി ഇത് സംഭവിക്കുമെന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ ഫയലായ റോസാ പുഷ്പം ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായി ഇത് സംഭവിക്കുമെന്നാണ് നാം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ റോസാ പുഷ്പമായതുകൊണ്ട് റോസാ പുഷ്പത്തിൻ്റെ കൂടെ ഒരുപാട് മുള്ളുകളുള്ള ഇലകൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ശേഷം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു സാഫല്യം ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രണയ ജീവിതം എന്നേക്കാളും എപ്പോഴത്തേക്കാളും കൂടുതൽ ധന്യമായി ഉയർന്ന് വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തടസ്സം ഇല്ലാതെ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ സംജാതമാകും. നിലവിൽ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പ്രണയ ജീവിതത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ നിരവധി തടസ്സങ്ങളും നിരവധി പ്രതിബന്ധങ്ങളും ചിലർ സൃഷ്ടിക്കുന്നുണ്ട്. അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ഒരുപക്ഷെ ഒരു വലിയ വിജയത്തിലേക്ക് കടന്നു പോകാതെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ചില പ്രതിസന്ധികളിൽ തളച്ചിടാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു പ്രതീക്ഷയാണ്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും കൃത്യമായി തളച്ചിട്ട് കൃത്യമായി ഒരു പ്രതിസന്ധിയിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അവർ അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ശ്രമങ്ങൾ എല്ലാ കാലത്തും വിജയിക്കാൻ പോകുന്നില്ല. ആത്യന്തികമായി നിങ്ങളായിരിക്കും വിജയിക്കാൻ പോകുന്നത്. ആത്യന്തികമായി വിജയിച്ച് ആ പ്രണയ സാഫല്യത്തിലേക്ക്, പ്രണയ വിജയത്തിലേക്ക് വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങൾ, നിങ്ങൾ മുന്നോട്ട് വച്ച നന്മകൾ അത് വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി തോന്നിയിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളെ അത്രയും പ്രാധാന്യമുള്ളതായിരുന്നു. ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കാൻ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ സ്നേഹം ലഭിച്ചില്ലെങ്കിൽ മാനസികമായിട്ട് നല്ല ദുഃഖം നിങ്ങൾക്കുണ്ടാകും. കാരണം നിങ്ങൾ അത്രയും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ഏറ്റവും പവിത്രമായ, ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സാൽ പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്ത് നാളെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. ആ പ്രതീക്ഷ തീർച്ചയായിട്ടും നടക്കും. കാരണം പ്രതിബന്ധങ്ങൾക്കും വെല്ലുവിളികൾക്കും അപ്പുറം നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് പൂച്ചയുടെ ഈ ചിത്രം, നിഴൽ അല്ലെങ്കിൽ ആ ഒരു ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിനെ കുറിച്ചാണ് നാം പറയുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ വല്ലാതെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളില്ല, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ വ്യക്തി ഒരു സ്വാർത്ഥമായ തീരുമാനപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്, ആ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നൊരു ചിന്തയില്ല, നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ആലോചിക്കുന്നത് പോലുമില്ല എന്ന് ഇത്യാദി ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന കൃത്യമായൊരു വ്യക്തിയാണ് ആ വ്യക്തി. ഒരിക്കൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളോട് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ സാധിച്ചിട്ടില്ല. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഒരിക്കൽ പോലും പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെ താൻ എങ്ങനെ അത് തുറന്നു പറയും, താൻ എങ്ങനെ അത് അവതരിപ്പിക്കും, അങ്ങനെ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കെന്ത് തോന്നും എന്നുള്ള ഒരുപാട് സംശയങ്ങളും ഒരുപാട് കാര്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടത്തെക്കുറിച്ചോ നിങ്ങളോടുള്ള സമീപനങ്ങളെക്കുറിച്ചോ കൃത്യമായി പറയാൻ കഴിയാത്തത്.
പക്ഷേ ഏറ്റവും ആത്മാർത്ഥമായ ഇഷ്ടം നിങ്ങളോട് ജീവിതകാലം മുഴുവനും ആ വ്യക്തിക്കുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്ന് ഭവിക്കുമോ എന്നുള്ള ഭയപ്പാടോടു കൂടിയാണ് ആ വ്യക്തി പലപ്പോഴും ജീവിക്കുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങളും ഉണ്ടാവാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ോടുള്ള ഇഷ്ടം കൊണ്ട് ആ വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും വിഷമങ്ങൾ തിങ്ങി നിറയുകയാണ്. ഒരിക്കലും ആ വ്യക്തിക്ക് ആ ദുഃഖങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നില്ല. ആ പ്രതിസന്ധികളിൽ നിന്നും അതിജീവിച്ച് പോകാൻ കഴിയുന്നില്ല. ആ പ്രതിസന്ധികളും ദുഃഖങ്ങളും ആ വ്യക്തി എപ്പോഴും പ്രതിസന്ധിയിൽ തന്നെ ആക്കുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം മര്യാദക്ക് പ്രകടിപ്പിക്കാനോ ഒന്ന് പറയുവാനോ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്നൊരു ഹൃദയമാണ് ആ വ്യക്തിയുടേത്. ഏതായാലും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ബന്ധമായിരിക്കും അത്. നിങ്ങളെ മനസ്സാ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളാൽ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഒളിപ്പിച്ചിരിക്കുന്നത് മഹാസൗഭാഗ്യങ്ങളും ഒരുപാട് സ്നേഹവുമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.